ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് റോയൽ പാസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നെക്സ്റ്റ് റോയൽ പാസിൽ വരാൻ പോകുന്ന റിവാർഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഇതാണ് അടുത്ത സീസണിൽ വരാൻ പോകുന്ന റോയൽ പാസ്. നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട്, ഒരു ഫീമെയിൽ ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട്. RP എടുത്തവർക്ക് റോയൽ പാസ് എടുത്തവർക്ക് നല്ലൊരു ഫീമെയിൽ ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതാണ് ആ ഫീമെയിൽ ഔട്ട്ഫിറ്റിൻ്റെ ഹെഡ് ഗിയർ കാണാൻ രസമുണ്ട്, കുഴപ്പമില്ല, നൈസ് എന്ന് പറയാം. പിന്നെ നമുക്ക് ബാക്കിയൊക്കെ പിന്നെ ബേസിക് റിവാർഡാണ്, സിൽവർ കോയിനും പിന്നെ BP കോയിനും ഒക്കെയാണ്. പിന്നെ നമുക്ക് ലെവൽ 10 RP ലെവൽ 10 റോയൽ പാസ് എടുത്തവർക്ക് ഒരു M160 ഒരു ഗണ്ണ് കിട്ടുന്നുണ്ട് ഗൈസ്. അതാണ് M160 ഒരു ഗണ്ണ്. പിന്നെ ഈ റോയൽ പാസിൽ ഫുള്ളും M160 സ്കിന്നും ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ട് തരുന്നൊന്നുമില്ല. പിന്നെ ലെവൽ 15 നമുക്കൊരു ബേസിക് ആയിട്ടൊരു ഇമോട്ട് തരുന്നുണ്ട്. ഫ്രീ RPക്കാർക്കാണ് ഇമോട്ട്. കുഴപ്പമില്ല, നൈസാണ്. ഫ്രീ RPയിലാണെങ്കിലും ഇമോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. പിന്നെ നമുക്കൊരു എയറോപ്ലെയിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്. സത്യം പറയാമല്ലോ, ഒരു വസ്തുവൊന്നും കൊള്ളത്തില്ല ഈ എയറോപ്ലെയിൻ്റെ സ്കിൻ. എവിടേക്കോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സ്കിന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഒരു RP 20 ഹെൽമെറ്റിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. ഇതാണ് ലെവൽ 1, ഇത് ലെവൽ 2, ഇതാണ് ലെവൽ 3. ഈ ഹെൽമെറ്റും ഒരു ഏവറേജ് എന്ന് പറയാം, വേറൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് 25 RP 25 ഒരു പാരച്യൂട്ട് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ടാണ്. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയാം. ഫ്രീ ആയിട്ടായതുകൊണ്ട് നമുക്ക് ഒരു കുറ്റം പറയാനില്ല. നല്ലൊരു പാരച്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് RP 30 നമുക്കൊരു ഗണ്ണിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു ഇമോട്ടും കിട്ടുന്നുണ്ട്. സത്യം പറയാമല്ലോ, ആ ബേസിക്കായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇമോട്ടിൻ്റെ സ്കിന്നിൻ്റെ തൊട്ടടുത്ത് പോലും ഈ സ്കിൻ എത്തൂല, ഒരു വസ്തുവിനും കൊള്ളില്ല. മെറ്റിക് സ്കിന്ന ഇമോട്ടാണ് പേര് മാത്രമേ. സത്യമാണ്, ബേസിക് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് RP 40 ഒരു മെറ്റിക് ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതാണ് 40 മെറ്റിക് ഔട്ട്ഫിറ്റ്. അതിൻ്റെ ഹെഡ് ഗിയർ എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ തലയിടുന്ന മുടിയിട്ടല്ലോ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫീമെയിൽ ഔട്ട്ഫിറ്റിനാണ്, ഫീമെയിൽ ക്യാരക്ടറുടെ ഔട്ട്ഫിറ്റാണത്. ഔട്ട്ഫിറ്റ് നല്ല രസമുണ്ട്, മെറ്റിക് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമൊക്കെ ഉണ്ട്, ഒരു വെറൈറ്റിയാണ്. ഇതുവരെ കിട്ടാത്തൊരു ഒരുപാട് പോലെ ഉണ്ട് കണ്ടിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഹെഡ് ഗിയർ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഹെഡ് ഗിയറാണത്. ഫ്രീ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറ്റമൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് 50 ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഗ്രേഡ് ഗൺ, എന്ന് വെച്ചാൽ MK14 അപ്ഗ്രേഡ് ഗണ്ണാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതാണ് മാക്സ് ലെവൽ കേസ്, ഇതാണ് അപ്ഗ്രേഡ് ഗണ്ണിൻ്റെ മാക്സ് ലെവൽ. പിന്നെ കിൽ മെസ്സേജ് കുറിച്ച് ഇതാണ് നമുക്ക് ബേസിക് ലെവൽ. ഇതാണ് ആ ഗണ്ണിൻ്റെ അഡ്വാൻറ്റേജ് ഫോമിലേക്ക് വരുമ്പോൾ ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഫോം. പിന്നെ കിൽ മെസ്സേജ് ഇതാണ്. ഗണ്ണൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയത്തൊന്നുമില്ല. എന്നാലും അവർക്ക് ഉപയോഗിക്കുന്ന നല്ലൊരു സ്കിന്നിൻ്റെ ഒരു അപ്ഗ്രേഡ് തരാമായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ 50 RPൻ്റെ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് 51 എത്തിക്കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെയാണ് ഒരു ബേസിക്കായ റിവാർഡുകളൊക്കെ കിട്ടുന്നത്. പിന്നെ ഒരു ഇമോട്ട് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഒരു ഇമോട്ട് 55 എത്തിക്കഴിഞ്ഞാൽ. ആ മെറ്റിക് ഇമോട്ടിനെക്കാട്ടും നൈസ് ഇമോട്ടാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഇമോട്ട്. പിന്നെ നമുക്കൊരു VSSൻ്റെ ഒരു സ്കിന്ന് കിട്ടുന്നുണ്ട് ഗൈസ്, ഒരു കാണാൻ രസമുണ്ട്. പിന്നെ നമുക്കൊരു ബാഗ് കിട്ടുന്നുണ്ട്. ഇതാണ് RP 60 നമുക്ക് കിട്ടുന്ന ഒരു ബാഗ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ശ്രദ്ധിച്ച് നോക്കിക്കോളി ഗൈസ്. സത്യം പറയല്ലോ, ഒരു വസ്തുവിനും കൊള്ളാത്ത ഒരു സ്കിന്നാണിത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് എവിടെയൊക്കെ തട്ടിക്കൂട്ടുണ്ടാക്കിയ ഒരു സ്കിന്ന്. ഇത് നല്ല നല്ല ബാഗുകളൊക്കെ വെറുതെ കിട്ടുന്നുണ്ട്. സത്യം വന്നത് RPയിൽ ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാഗിൻ്റെ സ്കിന്ന്. പിന്നെ ഗൈസ്, ഇതാണ് ഓർണമെൻ്റ്. ഇതൊക്കെ നോക്കണ്ടോ, ഇതാണ് മറ്റേ RP അവതാറിൻ്റെ RPയിൽ കിട്ടുന്ന റോയൽ പാസിൻ്റെ അവതാറാണിത്. പിന്നെ ഗൈസ്, ഒരു 70 എത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട്.
എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, ഫ്രീ ആയിട്ടായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഒട്ടകത്തിൻ്റെ സ്കിന്നും നല്ല രസമുണ്ട് കേട്ടോ. ഒട്ടകത്തിൻ്റെ സ്കിൻ അടിപൊളിയാണ്, നല്ല കളർഫുള്ളായിട്ടുള്ള ഒട്ടകത്തിൻ്റെ സ്കിന്നാണ് കിട്ടുന്നത് ഡൈവേലിറ്റി റോയൽ പാസ് എടുക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ഒരു ബസ്സിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ചില ഒരു ബണ്ണീൻ്റെ ലുക്ക് ഉണ്ട്, ബാക്കിലെ വാലും പിന്നെ ഒരു അതിൻ്റെ ബണ്ണീൻ്റെ ചെവിയും ഒക്കെ ആയിട്ടുള്ള സ്കിൻ എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. ഒരു നല്ല ഈ സ്കിന്ന് ഈ ബസ്സിന് പകരം ജീപ്പ് മറ്റേ നമ്മുടെ ഡാഷിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അടിപൊളി ആയിരുന്നേനെ. പിന്നെ നമുക്ക് 80 ഒരു സ്കിന്ന് കിട്ടും, ഗണ്ണിൻ്റെ സ്കിന്ന് കിട്ടും ഫ്രീ ആയിട്ടുള്ളവർക്കാണ്. G36 എന്നൊരു ഗണ്ണിൻ്റെ സ്കിന്നാണ് കിട്ടുന്നത്. പിന്നെ ഒരു സ്മോക്കിൻ്റെ സ്കിന്നും കിട്ടുന്നുണ്ട്, ഒരു ക്യാരറ്റിൻ്റെ രൂപത്തിലുള്ള സ്മോക്കിൻ്റെ സ്കിന്നും. പിന്നെ ഒരു ഇമോട്ടും എന്ന് വെച്ചാൽ RP 80 ഒരു മെറ്റിക് ഇമോട്ട് കിട്ടുന്നുണ്ട്. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. മെറ്റിക് ഇമോട്ട് തന്നെ പേരിട്ടത്, ഒരു തല്ലിപ്പൊളി ഇമോട്ടും തരുന്നുണ്ട് അത്. പിന്നെ RP 90 M7 ഒരു സ്കിന്ന് തരുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്കിന്ന്, ഒരു ബണ്ണീൻ്റെ രൂപത്തിലൊക്കെ ഒരു M7 സ്കിന്ന്. ഇത് അപ്ഗ്രേഡ് ഗണ്ണായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി, സത്യം പറയാലോ. അത്രയും നല്ല അടിപൊളി നൈസ് സ്കിന്നാണത്. പിന്നെ നമുക്ക് ഒരുപാടുകൾ പറഞ്ഞാൽ 100 RP, ഇതാണ് ഗൈസ് 100 RPൻ്റെ ഔട്ട്ഫിറ്റ്, ബണ്ണീൻ്റെ ഔട്ട്ഫിറ്റ്. കൊള്ളാം, നല്ല രസമുണ്ട്. ഈ ബണ്ണീൻ്റെ സ്കിന്നൊക്കെ കാണാനും കൊള്ളാം, നല്ലൊരു ഔട്ട്ഫിറ്റ്. കൊണ്ട് നല്ലൊരു അടിപൊളി സാധനം വേണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല, കാണാൻ രസമുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്പൺ ക്രിയേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമുക്ക് ക്രിയേറ്റിൽ കിട്ടാൻ പോകുന്ന റിവാർഡുകളൊക്കെ പറഞ്ഞാൽ ഈ സ്കിന്നും കുഴപ്പമില്ല. ആനിവേഴ്സറിൻ്റെ സമയത്ത് വന്ന റോയൽ പാസിൻ്റെതാണ്. അന്ന് എനിക്ക് റോയൽ പാസിന് എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്കിന്നൊക്കെ. പിന്നെ അന്നത്തെ ഈ ബണ്ണിൻ്റെ ഔട്ട്ഫിറ്റും ഇതും നൈസായിരുന്നു. ഈ ബണ്ണിൻ്റെ ഈ ഔട്ട്ഫിറ്റും എനിക്ക് അന്ന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റായിരുന്നു. ഞാൻ എന്തായാലും റോയൽ പാസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഈ സാധനം കുറേ ഉണ്ടാക്കി കറക്കും, ഉറപ്പായിട്ട് കറക്കും. എനിക്കത് ഈ ബാഗും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാഗായിരുന്നു. നല്ല ബാഗാട്ടോ, സത്യം നല്ല അടിപൊളി ബാഗാണ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 നല്ല അടിപൊളി ബാഗാണ്. അന്നത്തൊക്കെ റോയൽ പാസ് ആയിരുന്നു റോയൽ പാസ്. ഇപ്പോഴത്തൊക്കെ ഉണ്ട് ഒരുമാതിരി തട്ടിക്കുട്ടിയുള്ള റോയൽ പാസ്സാണ് ഇപ്പോഴത്തെ, സത്യം പറഞ്ഞത്. ഇതാണ് ഗൈസ് നമുക്ക് RP ചോയ്സ് ക്രിയേറ്റിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡുകളൊക്കെ. എന്ത് കിട്ടിയാലും അടിപൊളിയാണ്. ഈ ഔട്ട്ഫിറ്റ് ഞാൻ നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റാണ്. കിട്ടിയാൽ മതിയായിരുന്നു, ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഔട്ട്ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ കുഴപ്പമില്ല, പക്ഷേ ഈ ഔട്ട്ഫിറ്റാണ് ഭയങ്കര ഞാൻ ആഗ്രഹിച്ച്, നല്ല സാധനമാണത്. പിന്നെ ഈ ബാഗും തരുമായിരിക്കും, നോക്കാം നമുക്ക്. മേഘാലല്ലേ ഊമ്പിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് പ്രതീക്ഷ ഒന്നുമില്ല. അത് നോക്കാം നമുക്ക്. ഈ ഔട്ട്ഫിറ്റും കുഴപ്പമില്ല, ഈ ഔട്ട്ഫിറ്റ് അടിപൊളിയാണ്. ഹെൽമെറ്റും കിട്ടിയ ഈ ഔട്ട്ഫിറ്റും നൈസ് ഔട്ട്ഫിറ്റാട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഔട്ട്ഫിറ്റ്, നല്ല അടിപൊളിയാണ്. കിട്ടുമോ അറിയത്തില്ല, ഇത് എൻ്റെ കയ്യിൽ ഉണ്ടോ തോന്നുന്നു, സംശയമുണ്ട് ഈ ഔട്ട്ഫിറ്റ്. പക്ഷേ ഇത് ഞാൻ വേണ്ടിയിട്ട് ഞാൻ കറക്കും, ഉറപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റാണ്, ഞാൻ ആഗ്രഹിച്ച ഔട്ട്ഫിറ്റ്. പിന്നെ ഈ ബാഗും. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ RPയിൽ ആകെപ്പാടെ എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ആ ഒരു M7 ഒരു ഗണ്ണും, പിന്നെ ഇതിൽ കിട്ടുന്ന 40 കിട്ടുന്ന ആ ഒരു മെറ്റിക്കിൻ്റെ ഔട്ട്ഫിറ്റും അതിൻ്റെ എയർഗിയറും, പിന്നെ 100 RPയിൽ കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റും. വേറൊന്നും ബാക്കിയൊക്കെ ആവറേജ് വേണമെങ്കിൽ പറയാം. പിന്നെ ആ ഒട്ടകവും അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ ആവറേജ് തന്നെ പറയാം. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഗൈസ്, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ.